നമസ്തേ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബോബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ഓം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ശ്ലോകമാണ്. 8ഉം 9ഉം ശ്ലോകം ഒരുമിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഭവാനും ഭീഷ്മഃ ച ഭീഷ്മരും കർണഃ ച കർണനും കൃപഃ ച കൃപാചാര്യരും സമിതിഞ്ജയഃ യുദ്ധത്തിൽ ജയം തേടുന്നവനായി അശ്വത്ഥാമാവും വികർണഃ ച വികർണനും സൗമദത്തിഹി സോമദത്തപുത്രനായ ഭൂരിശ്രവസ്സും തഥൈവ ച അപ്രകാരം തന്നെ. ഇത്രയുമാണ് ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം. നമുക്കൊന്നുകൂടെ നോക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. അടുത്ത ശ്ലോകം നോക്കാം. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഒന്നുകൂടെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. 9ാമത്തെ ശ്ലോകം. അന്യേച്ച പിന്നെ വേറെയും, ബഹവഃ അസംഖ്യം, ശൂരാഃ ശൂരന്മാരും, മദർത്തേ എനിക്കു വേണ്ടി, ത്യക്തജീവിതാഃ പ്രാണത്യാഗത്തിന് തുനിഞ്ഞവരായ, നാനാശസ്ത്രപ്രഹരണാഃ പലവിധ ആയുധത്തോടു കൂടിയവരും, സർവേ എല്ലാവരും, യുദ്ധവിശാരദാഃ യുദ്ധത്തിൽ സമർത്ഥന്മാരുമാകുന്നു. 9ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. 2 ശ്ലോകങ്ങളുടെ മുഴുവനായി ഒന്ന് ചൊല്ലിയിട്ട് മുഴുവനായ അർത്ഥം നോക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച
കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ അന്യേ ച ബഹവഃ ശൂരാः മദർത്തേ ത്യക്തജീവിതാः നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. മുഴുവനായ അർത്ഥം നോക്കാം. അങ്ങും ഭവാൻ, അങ്ങും ഭീഷ്മരും കർണനും കൃപാചാര്യരും യുദ്ധത്തിൽ ജയശാലിയായ അശ്വത്ഥാമാവും വികർണനും സോമദത്തപുത്രനായ ഭൂരിശ്രവസും ജയദ്രഥനും പിന്നെ വേറെയും എനിക്ക് വേണ്ടി പ്രാണത്യാഗത്തിനു തുനിഞ്ഞവരായ പല ശൂരന്മാരും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് പൊരുതുന്നവരുമായ എല്ലാവരും യുദ്ധനിപുണന്മാരാകുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ മുഴുവനായ അർത്ഥം. ഇവിടെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. കൗരവ ഭാഗത്തുള്ള ഓരോരുത്തരെയും ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദുര്യോധനൻ. ഭവാൻ, അങ്ങ്, ദ്രോണാചാര്യർ. ഭരദ്വാജ മുനിയുടെ പുത്രനാണ് ദ്രോണാചാര്യർ. ദ്രോണാചാര്യരെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ഭീഷ്മഃ ച, അങ്ങും ഭീഷ്മരും. ഭീഷ്മരെയും നമ്മൾ ചെറുതായിട്ടൊക്കെ പരിചയപ്പെട്ടു. ഭീഷ്മർ ഇപ്പം ഈ യുദ്ധം നടക്കുമ്പം ജീവിച്ചിരിക്കുന്നവരിൽ ഹസ്തിനപുരത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ്, പിതാമഹനാണ്. ഭീഷ്മഃ ച, ഭീഷ്മരും. ഹസ്തിനപുരം ഭരിച്ചിരുന്ന ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ഭീഷ്മാചാര്യർ. അദ്ദേഹത്തിൻ്റെ നേരത്തെ ആദ്യമുണ്ടായ പേര് ഗംഗയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഗംഗാദത്തൻ എന്ന പേരുണ്ടായിരുന്നു. ദേവവൃതൻ എന്നുള്ള പേരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ശന്തനുവിൻ്റെ പുത്രനായതുകൊണ്ട് ശാന്തനു എന്നും അറിയപ്പെടുന്നു. കർണൻ നമ്മൾ പറഞ്ഞു, കുന്തിദേവിക്ക് വിവാഹത്തിന് മുമ്പുണ്ടായ സൂര്യദേവനിൽ നിന്നുണ്ടായ പുത്രനാണ് കർണൻ. ആ കർണനെ നദിയിലൊഴുക്കിയതും അതിരഥൻ എന്ന് പറയുന്ന ഒരു ഹസ്തിനപുരത്തിലെ ഒരു തേരാളി എടുത്തു വളർത്തിയതാണ്. അതിരഥൻ്റെ ഭാര്യയുടെ പേര് രാധ എന്നായതുകൊണ്ട് കർണനെ രാധേയെന്നും അറിയപ്പെടുന്നു. പിന്നീട് ദുര്യോധനൻ കർണനുമായിട്ട് സുഹൃത്തായിട്ട് കർണന് ഹസ്തിനപുരത്തിൻ്റെ ഭാഗമായിരുന്ന അംഗരാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അംഗരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കർണനാണ്. കൃപഃ ച, കൃപാചാര്യർ. ഇവരുടെയൊക്കെ ഹസ്തിനപുരത്തിൻ്റെ കുലഗുരുവാണ് കൃപാചാര്യർ. അദ്ദേഹം ശരദ്വതൻ എന്ന മുനിയുടെ പുത്രനാണ്. അദ്ദേഹത്തെ ശന്തനു മഹാരാജാവ് ദത്തെടുത്ത് ഹസ്തിനപുരത്തിൽ വളർത്തിയതാണ്. അങ്ങനെ അദ്ദേഹം ഹസ്തിനപുരത്തിൻ്റെ കുലഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ ഭർത്താവാണ് ദ്രോണര്. കൃപിയുടെ ഭർത്താവാണ് ദ്രോണര്. അങ്ങനെയാണ് കൃപാചാര്യരും ദ്രോണാചാര്യരും തമ്മിലുള്ള ബന്ധം. സമിതിഞ്ജയഃ, ഇവരെല്ലാം യുദ്ധത്തിൽ ജയം തേടുന്നവനായി പരിശ്രമിക്കുന്നവരാണ്. പിന്നെ ജയശാലിയായ, ഇങ്ങനെ യുദ്ധത്തിൽ എപ്പോഴും ജയശാലിയായ അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ്. കുതിരയുടെ ബലമുള്ളവനായതുകൊണ്ടാണ് അശ്വത്ഥാമാവ് എന്ന പേര് കിട്ടിയത്. വികർണൻ ഈ കൗരവരിലെ ഒരാളാണ്. ഈ വികർണനാണ് ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു സദസ്സിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ഭീഷ്മരുടെയും മഹാരാജാവായ ധൃതരാഷ്ട്രരുടെയും
വിതുരൻ്റെയും എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് കൗരവർ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ എതിർത്ത് പറഞ്ഞ കൗരവരിൽ നിന്നുള്ള ഒരേ ഒരു വ്യക്തി ഈ വികർണനാണ്. പാണ്ഡവരുടെ മൂത്ത പുത്രനായ യുധിഷ്ഠിരൻ സ്വയമേവ പണയം വെച്ചു കഴിഞ്ഞാണ് ദ്രൗപദിയെ പണയം വയ്ക്കുന്നത്. സ്വന്തമായി പണയ വസ്തുവായ ഒരാൾക്ക് വേറെ പിന്നീട് ദ്രൗപദിയെ പണയം വയ്ക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചതും ഈ ചെയ്യുന്നത് അധർമ്മമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാനായിട്ട് സാധിച്ചതും വികർണൻ എന്ന ആ കൗരവരുടെ ഭാഗത്തുള്ള ഒരേ ഒരു പുത്രനാണ്. സോമദത്തൻ എന്ന രാജാവിൻ്റെ പുത്രനായ ഭൂരിശ്രവസ്. ജയദ്രഥൻ നമ്മൾ പറഞ്ഞു. ജയദ്രഥനെ കുറിച്ചും പറഞ്ഞു. ഈ കൗരവരെല്ലാം 100 പേരുള്ള കൗരവരിൽ ഒരു പെങ്ങളുണ്ട്, ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥന് വരം കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് വരം കിട്ടി. ആരാണോ ജയദ്രഥൻ്റെ തലയറുത്ത് ആരുടെ കൈകൊണ്ടാണോ ആ തല താഴെ വീഴുന്നത്, ഭൂമിയിലേക്ക് പതിക്കുന്നത്, അവരുടെ തല പൊട്ടിത്തെറിക്കും. സ്വന്തം മോനെ മരണം ഇല്ലാതാക്കാൻ വേണ്ടി അച്ഛൻ കൊടുത്ത വരമാണ്. അഭിമന്യുവിനെ കൊന്നതിനു ശേഷം, ഇവരെല്ലാവരും കൂടെ ചതിച്ചു കൊന്നതിന് ശേഷം ജയദ്രഥനാണ് അതിന് കാരണക്കാരെന്നും പറഞ്ഞ് ജയദ്രഥനെ ഇന്ന് തന്നെ വധിക്കുമെന്ന് പറഞ്ഞ് അർജുനൻ ശപഥം ചെയ്യുന്നതും, അങ്ങനെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ശപഥമെടുത്ത് പോയ ദിവസം സൂര്യോദയത്തിന് മുൻപ് ജയദ്രഥൻ്റെ തല അർജുനൻ അറുത്ത്. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവൻ്റെ തലയറുത്ത് ഭൂമിയിലിട്ടാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അർജുനൻ അമ്പുകളുടെ ഒരു നീണ്ട ശരമാല തന്നെ തീർത്തിട്ട് ജയദ്രഥൻ്റെ തല കൊയ്ത് ഈ രാജ്യമെല്ലാം മോനെ ഏൽപ്പിച്ച് ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന ജയദ്രഥൻ്റെ അച്ഛൻ്റെ കൈകളിലേക്ക് ആ തല കൊടുത്തു. അവിടെ കൊണ്ടിട്ടു ജയദ്രഥൻ്റെ അച്ഛൻ്റെ കൈകളിൽ. അദ്ദേഹം പെട്ടെന്ന് പേടിച്ച് വിറച്ച കയ്യിൽ അത് താഴേക്കിട്ടു. എന്തോ വന്ന് വീണ് തല കണ്ടുകൊണ്ട് പേടിച്ച് അത് താഴേക്കിട്ട്. അങ്ങനെ ജയദ്രഥൻ്റെ അച്ഛൻ്റെ തലയും പൊട്ടിത്തെറിച്ചു. അതാണ് ഓരോന്നിനും വരമൊക്കെ കൊടുത്തിട്ട് ഞാൻ വലിയ ആളാണെന്ന് ഭാവിക്കുന്നവർ അതിനകത്ത് തന്നെ അതിനെ ജയിക്കാനുള്ളതും ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ജയദ്രഥനും. പിന്നെ വേറെയും എനിക്ക് വേണ്ടി പ്രാണത്യാഗത്തിന് തുനിഞ്ഞവരായ പല ശൂരന്മാരും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു പൊരുതുന്നവരുമായ എല്ലാവരും യുദ്ധനിപുണന്മാരാകുന്നു. അങ്ങനെ ഈ കുറേ പേരുടെ പേര് പറഞ്ഞിട്ട് അതുപോലെയുള്ള എല്ലാവരും പല പല ആയുധങ്ങളിൽ നിപുണന്മാരായി ആയുധങ്ങൾ പ്രയോഗിക്കാൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായി തയ്യാറായി വന്നിരിക്കുന്ന എല്ലാവരും, ഇവരെല്ലാം കണ്ടോളൂ, ഇവരെല്ലാവരും യുദ്ധനിപുണന്മാരാകുന്നു എന്ന് ദുര്യോധനൻ ദ്രോണർക്ക് പരിചയപ്പെടുത്തുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഇവരെല്ലാം യുദ്ധത്തിലേർപ്പെടാൻ വന്നിരിക്കുന്നത്? ദുര്യോധനന് വേണ്ടിയാണ്. ദുര്യോധനൻ അഹങ്കാരത്തിൻ്റെ ഭാവം മൂർത്തിമത് ഭാവമാണെന്ന് പറഞ്ഞു. ആ അഹങ്കാരത്തോട്, ഞാനെന്ന ഭാവത്തോട്, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോന്നും ശക്തിയുള്ളതാണ്. പക്ഷേ അതൊക്കെ ഏതിനോടാണ് ചേർത്തിരിക്കുന്നത്? ഭീഷ്മരെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നവൻ, ഭയത്തെ ജനിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഗംഗാദേവിയോട് ശന്തനു മഹാരാജാവ് കല്യാണ അഭ്യർത്ഥന നടത്തുമ്പോൾ തന്നെ ശന്തനു മഹാരാജാവിനോട് ഗംഗാദേവി പറഞ്ഞു, ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാം, പക്ഷേ എനിക്കെതിരെ ഒന്നും പറഞ്ഞുകൂടാ. എന്നങ്ങ് എന്നെ എതിർക്കുന്നോ അന്ന് ഞാൻ ഇവിടം വിട്ടുപോകും. അങ്ങനെ വിവാഹത്തിന് എല്ലാം സമ്മതിച്ച്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും
ശന്തനു മഹാരാജാവ് കാമത്തിൻ്റെ ഒരു പ്രതീകമാണ്. സ്വന്തം കാമത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി എന്തിനും വഴങ്ങുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രതീകമാണ് ശന്തനു മഹാരാജാവ്. അദ്ദേഹം ഗംഗാദേവിയിൽ വാക്കുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഗംഗാദേവിയെ വിവാഹം കഴിച്ചു. അതിലുണ്ടായ ഓരോ പുത്രന്മാരെയും ഗംഗാദേവി ഗംഗയിൽ ഒഴുക്കി. ഇത് കണ്ടിട്ട് അവസാനം 7ാമത്തെ പുത്രനായ ഈ കുട്ടിയെയും നദിയിലൊഴുക്കാൻ മുമ്പ് അരുതേ എന്ന് പറഞ്ഞു. അപ്പം ഗംഗാദേവി പറഞ്ഞു, അങ്ങ് എനിക്കെതിരെ നിന്നു, എതിര് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനിയും പോവുകയാണ്. അങ്ങ് വാക്ക് തെറ്റിച്ചു, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഇവനെ തിരിച്ചു തരാം, അങ്ങേക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടുപോയി. കുഞ്ഞിനെ പിന്നെ വളർത്തി ആയുധാഭ്യാസമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാണ് തിരിച്ചുകൊണ്ട് ശന്തനു മഹാരാജാവിന് കൊടുക്കുന്നത്. ഭീഷ്മരുടെ ഗുരു പരശുരാമനാണ്. അങ്ങനെ അവിടെ കൊടുത്തു. അച്ഛനും മകനെ കിട്ടിയതിൽ വളരെ സന്തോഷമായിരുന്നു. തൻ്റെ അടുത്ത രാജ്യഭാരം മകന് നൽകും, യുവരാജാവായി വാഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ശന്തനു മഹാരാജാവ് ഒരിക്കൽ ഇതുപോലെ നായാട്ടിനിടയിൽ മത്സ്യകന്യകയായ സത്യവതിയെ കണ്ടുമുട്ടുന്നതും അവരിൽ അനുരാഗബദ്ധനായി തീരുന്നതും. അപ്പോൾ അവരെ കല്യാണം കഴിക്കാനായിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തി. അപ്പോൾ അവർ ഒരു കണ്ടീഷൻ വെച്ചു. സത്യവതിയുടെ അച്ഛൻ ഒരു കണ്ടീഷൻ വെച്ചത്, ഞങ്ങൾ രാജകുടുംബമൊന്നുമല്ല, മത്സ്യബന്ധനം നടത്തുന്നവരാണ്, മത്സ്യകന്യകയാണ്. അപ്പോൾ നാളെ ഒരിക്കൽ കുലമഹിമയുടെയൊക്കെ പേരിൽ സത്യവതി പുറന്തള്ളാനിടയുണ്ട്. വേറെയും രാജാവല്ല, ഈ രാജാവാണ്. വീണ്ടും വേണേൽ കല്യാണം കഴിക്കാനൊക്കെ, വേറെ ആരെങ്കിലും കാണുമ്പോൾ വീണ്ടും കല്യാണം കഴിക്കും, അവരിലൊക്കെ മക്കളുണ്ടാകും, പിന്നെ സത്യവതിക്ക് ഒരു പ്രാധാന്യവും ഇല്ലാതായി തീരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരൊരു കണ്ടീഷൻ വെച്ചു. സത്യവതിയിലുണ്ടാകുന്ന പുത്രനായിരിക്കണം രാജ്യത്തിൻ്റെ ഇനി അവകാശി. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. രാജാവിന് ഇത് പറഞ്ഞ് ഭയങ്കര സങ്കടമായി. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനായ ദേവവ്രതനെ രാജാവാക്കാനെല്ലാം ഒരുങ്ങിയിരിക്കുന്ന രാജാവിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അച്ഛൻ്റെ സങ്കടം അന്വേഷിച്ച് ചെന്ന മോന് ഈ വിവരങ്ങളെല്ലാം അറിയാൻ പറ്റി. ഉടനെ തന്നെ അദ്ദേഹം സത്യവതിയുടെ അച്ഛൻ്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുകയാണ് എൻ്റെ പുത്രൻ്റെ ധർമ്മം. അതുകൊണ്ട് ഞാൻ രാജ്യമൊന്നും ഏറ്റെടുക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സത്യവതിയെ അച്ഛനെ വിവാഹം ചെയ്തു കൊടുക്കാം, എനിക്ക് രാജ്യമൊന്നും വേണ്ട. അപ്പോൾ അദ്ദേഹം സത്യവതിയുടെ അച്ഛൻ വീണ്ടും ഒരു കണ്ടീഷൻ പിന്നെയും പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടെന്ന് വയ്ക്കാം, പക്ഷെ അങ്ങയുടെ തലമുറ ഇനിയും രാജ്യത്തിനു വേണ്ടി അവകാശം ഉന്നയിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നീടത് വലിയ യുദ്ധമൊക്കെ ആയി തീരത്തില്ലേ, രാജ്യത്തിനു വേണ്ടി കലഹം ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട ആ ദേവവ്രതൻ പറഞ്ഞു, ഞാൻ വിവാഹമേ കഴിക്കില്ല, ഞാൻ നിത്യബ്രഹ്മചാരിയായിട്ട് ജീവിച്ചു കൊള്ളാം. അപ്പോൾ പിന്നെ എൻ്റെ അനന്തരാവകാശികളും ഇനി രാജ്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുമെന്ന് പേടിക്കേണ്ട, നിങ്ങളുടെ മകളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെ രാജ്യാവകാശിയായി തീരും എന്ന് വാക്ക് കൊടുത്തു. ഭീഷ്മർ അച്ഛനു വേണ്ടി ചെയ്ത ഈ ഉഗ്രമായ ശപഥത്തിലാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന പദവി പോലും ലഭിച്ചത്. ഭീഷ്മർ എന്ന പേരിൽ നീ ഇനി അറിയപ്പെടും. ഭീഷണമായ ശപഥം ചെയ്തവൻ ഭീഷ്മർ. ഭീഷ്മരുടെ പേര് കേട്ടാൽ തന്നെ അന്ന് ഏത് രാജാക്കന്മാരും പേടിച്ചു വിറയ്ക്കുമായിരുന്നു. അത്രയും ബലശാലിയായിരുന്നു. അറിവിൻ്റെ കാര്യത്തിലും ഭീഷ്മർ
വളരെ ജ്ഞാനിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശപഥം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അച്ഛൻ്റെ കാമതൃപ്തിക്ക് വേണ്ടിയാണ് മകൻ ശപഥം ചെയ്തത്. അതൊരു പുത്രധർമ്മമാണോ എന്ന് വ്യാസമഹർഷി ചിന്തിക്കാൻ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഉപനിഷത്തിലൊക്കെ പുത്രധർമ്മം എന്ന് പറയുന്നത് പുന്നാഗമാകും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവരാണ് പുത്രൻ. അച്ഛൻ എന്തെങ്കിലും തെറ്റു ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അച്ഛനെ ഉയർത്തി ആ നരകത്തിൽ നിന്ന് അച്ഛനെ മോചിപ്പിക്കാനുള്ള ധർമ്മമുള്ളവനാണ് പുത്രൻ. പക്ഷേ ഇവിടെ ഭീഷ്മർ ഉത്തമനായ ഒരു പുത്രൻ എന്നുള്ള പദവിക്ക് അർഹനാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അറിവും ബലവും എല്ലാം ഈ ശപഥം പാലിക്കാൻ വേണ്ടി ഒരായുസ്സും മൊത്തവും ചിലവഴിക്കുകയാണ്. ഹസ്തിനപുരത്തെ സംരക്ഷിച്ചു കൊള്ളാം, നിത്യബ്രഹ്മചാരിയായി നിന്ന് ഞാൻ ഈ ഹസ്തിനപുരത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന ശപഥത്തിനു വേണ്ടി അദ്ദേഹം പിന്നെ നിലകൊള്ളുകയാണ്. നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അങ്ങനെയല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരോടെങ്കിലും വാശി പിടിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് മാറില്ല, തെറ്റാണെന്നറിയാമെങ്കിൽ പോലും എൻ്റെ വാക്ക് ഞാൻ മാറില്ല, ഞാൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും എൻ്റെ വാക്ക് ഞാൻ മാറില്ല എന്ന് ശപഥം ചെയ്ത് വാശി പിടിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാം. ഞാൻ എന്ന് കരുതുന്നത് എൻ്റെ വാക്കാണ് ഞാനെന്ന് കരുതുന്നവരുണ്ട്. ആ ഭീഷ്മരുടെ മുന്നിൽ മാത്രമാണ് ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ് കൃഷ്ണൻ ആയുധമെടുത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം എനിക്ക് എൻ്റെ വാക്കും മാറ്റാൻ കഴിയുമെന്ന് ഭീഷ്മർക്ക് മാത്രമാണ് മനസ്സിലാക്കി കൊടുക്കാൻ കൃഷ്ണൻ ശ്രമിക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയ വലിയ പാഠങ്ങളാണ്. ഒരു കഠോപനിഷത്തിൽ ഒരു കഥയുണ്ട്. അച്ഛൻ മകൻ്റെ ഉപനയനം കഴിഞ്ഞ് ഒരുപാട് പശുക്കളെയൊക്കെ ഓരോരുത്തർക്ക് ദാനം ചെയ്യുന്നു. ആ സമയം 4 വയസ്സുള്ള നചികേതസ് എന്ന പുത്രൻ നോക്കുമ്പം അച്ഛൻ ഒന്നിനും കൊള്ളാത്ത കറവ പറ്റിയ പശുക്കളെയൊക്കെ ദാനം ചെയ്യുന്നു. ഇത് കണ്ട മകൻ നചികേതസ് ഓർത്തത്, അയ്യോ അച്ഛൻ ചെയ്യുന്നത് മഹാപാപമാണല്ലോ, അച്ഛൻ നരകത്തിലേക്ക് ചെന്ന് പതിക്കുമല്ലോ ഈ പാപം ചെയ്യുന്നത്, അതുകൊണ്ട് അച്ഛനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമല്ലോ എന്ന് കരുതി അച്ഛൻ്റെ അടുക്ക ചെന്ന് ചോദിച്ചു, അച്ഛൻ എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? അപ്പോഴത്തെ മോൻ്റെ ചോദ്യം കേട്ട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ആ അച്ഛൻ അറിയാതെ പറഞ്ഞു, നിന്നെ മൃത്യുവിനാണ് ദാനം ചെയ്യുന്നതെന്ന്. അച്ഛൻ്റെ വാക്കു പാലിക്കാൻ ആ മകൻ മൃത്യുവിനെ തേടി പോകുന്നതും, എന്താണ് മൃത്യു, ഈ ലോകത്തിൽ നമ്മൾ എന്താണ് നേടേണ്ടത്? നമ്മളെല്ലാം മൃത്യുവിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനിക്കുമ്പോൾ മുതൽ മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ നിമിഷവും നമ്മൾ മാത്രം ഇപ്പോഴെങ്ങും പോകില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ 4 വയസ്സുള്ള കുഞ്ഞ്, നിങ്ങൾ ബാലഗോകുലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളുടെ പ്രായമുള്ള ആ കുഞ്ഞ് മൃത്യുവിനെ തേടിപ്പോയി മൃത്യുവിനെ അറിയുകയാണ്, മരണത്തെ അറിയാൻ ശ്രമിക്കുകയാണ്, മൃത്യുവിനോട് തന്നെ ചോദിക്കുന്നു. അതാണ് കഠോപനിഷത്ത്. അപ്പം ഇവിടെയും പുത്രധർമ്മം എന്താണെന്ന് വ്യാസമഹർഷി നമുക്ക് കാട്ടിത്തരികയാണ്. നമ്മൾ പഠിക്കണം, എന്താണെന്നൊക്കെ പഠിക്കണം. ഓരോ കഥാപാത്രങ്ങളെ വിലയിരുത്തി നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ കഥാസന്ദർഭത്തിൽ സത്യവതിയുടെ അച്ഛൻ എന്തിനു വേണ്ടിയാണോ സ്വന്തം മക്കൾക്ക് രാജ്യം കിട്ടണം, ആ സ്വാർത്ഥത 18ാമത്തെ ദിവസം ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ പിന്നീട് എല്ലാ യുദ്ധവും തീർന്ന് ഉത്തരായനവും കാത്ത് സ്വന്തം മൃത്യുവിനു വേണ്ടി, അന്ന് അച്ഛനൊരു വരം കൊടുത്തു ഈ ശപഥം ചെയ്തപ്പം, നീ സ്വച്ഛന്ത മൃത്യുവായി തീരട്ടെ, നിനക്കിഷ്ടമുള്ളപ്പോൾ മാത്രം നിനക്ക് മരണത്തെ വരിക്കാം. അങ്ങനെ ഉത്തരായനവും കാത്തു കിടക്കുന്നു ഭീഷ്മർ. ഈ യുദ്ധവും ഈ
ഒരു കുലത്തിൻ്റെ മുഴുവൻ താൻ എന്തിനു വേണ്ടിയാണോ ജീവിച്ച് ഹസ്തിനപുരത്തെ സംരക്ഷിക്കാൻ ജീവിച്ച ആ മനുഷ്യൻ്റെ മുന്നിൽ ആ ഹസ്തിനപുരത്തിലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളം തലമുറ വെട്ടിമരിക്കുന്നത് കണ്ട് ജീവിതം ഒടുക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ കഥ. അതാണ് ശരിക്കും മഹാഭാരതം. ഭീഷ്മരുടെ കഥയാണ്. ഭീഷ്മരുടെ തലമുറയുടെ കഥയാണ്. ആ ഭീഷ്മരോടാണ് അവസാനം ഈ രാജനീതിയും ഈ യുദ്ധം ജയിച്ച പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരന് ഇനിയും അങ്ങോട്ട് രാജ്യം ഭരിക്കണമെങ്കിൽ, നന്നായി രാജ്യം ഭരിക്കണമെങ്കിൽ രാജധർമ്മമെന്ത്, ക്ഷത്രിയ ധർമ്മമെന്ത്, അങ്ങനെ എല്ലാ ധർമ്മങ്ങളും ഉപദേശിക്കണമെന്ന് പറഞ്ഞു കൃഷ്ണനെ സമീപിച്ചപ്പോൾ കൃഷ്ണനാണ് പറയുന്നത്, ഭീഷ്മരോട് ചോദിക്കൂ. അവിടെ ആ ശരശയ്യയിൽ കിടന്നാണ് ഭീഷ്മർ യുധിഷ്ഠിരന് എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നത്. അവസാനം ഭീഷ്മർ മരണത്തിന് തൊട്ടു മുമ്പ് വിഷ്ണു സഹസ്രനാമവും കേട്ട് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരൻ ചൊല്ലിക്കൊടുത്ത് അതും കേട്ട് കൃഷ്ണനെയും കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ നമ്മൾ നിലകൊള്ളുന്നത് അതൊക്കെ നമുക്ക് വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി തന്നിട്ടേ മരണമെന്ന ആ കാലം മുന്നോട്ട് പോകും. അതിക്ക് പിന്നീട് 2 മക്കളുണ്ടായി, ചിത്രാംഗദനും വിചിത്രവീരനും. ചിത്രാംഗദൻ നേരത്തെ മരിച്ചു. വിചിത്രവീരന് വേണ്ടി കാശി രാജാവിൻ്റെ പുത്രിമാരെ ഭീഷ്മരാണ് സ്വയംവരത്തിന് തയ്യാറായി നിന്ന പുത്രിമാരെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നു. കാരണം ഹസ്തിനപുരത്തിന് മാത്രം ക്ഷണം കിട്ടിയില്ല, ബാക്കി എല്ലാ രാജാക്കന്മാരെയും കാശി രാജാവ് ക്ഷണിച്ചു സ്വയംവരത്തിലേക്ക്. അവിടെ പോയി അതുകൊണ്ട് 3 പുത്രിമാരുണ്ടായിരുന്നു, അംബ, അംബിക, അംബാലിക. 3 പേരെയും ബലമായി പിടിച്ചുകൊണ്ട് വന്നു. ഭീഷ്മരുടെ ബലം, ഭീഷ്മരുടെ ശക്തിയാണ് കാണിക്കുന്നത്. നമുക്ക് ബലം നല്ല ഗുണമാണ്, പക്ഷെ നല്ല ഗുണമാകുന്നത് എപ്പോഴാണ്? ആ ബലം നല്ലതിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അങ്ങനെ അതിൽ അംബ പിന്നീട് അപേക്ഷിച്ചു, എനിക്ക് വേറൊരാൾ സ്വാൽവ മഹാരാജാവുമായിട്ട് എനിക്ക് പ്രണയമുണ്ട്, അതുകൊണ്ട് എന്നെ അതിന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വിടണമെന്ന് പറഞ്ഞ് ഭീഷ്മർ തിരിച്ചു വിട്ടു. ഒന്ന് ഓർക്കണം, ഭീഷ്മർ പ്രതിജ്ഞ ചെയ്ത ആളാണ്, ഞാൻ നിത്യബ്രഹ്മചാരിയായിരിക്കും. പക്ഷേ ഹസ്തിനപുരത്തിലെ കുമാരന് വേണ്ടി അദ്ദേഹം പോയി കാശിരാജാവിൻ്റെ പെൺമക്കളെ പിടിച്ചുകൊണ്ടുവന്നു. അങ്ങനെ അംബികയും അംബാലികയും പിന്നീട് വിചിത്രവീരൻ്റെ ഭാര്യമാരായി. അതിനിടയിൽ വിചിത്രവീരൻ മരണപ്പെട്ടു. വിചിത്രവീരനും മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രാജ്യാവകാശികൾ ആരും ഇല്ലെന്നായി. സത്യവതി ഭീഷ്മരോട് അപേക്ഷിക്കുന്നുണ്ട്, രാജ്യം നിലനിൽക്കണം, കുലം നിലനിൽക്കണം. അപ്പോഴും തൻ്റെ കുലത്തിലുള്ളവരെ വേണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണില്ല. രാജ്യത്ത് മിടുക്കരായ ആൾക്കാരില്ലാതെ ഇരുന്നിട്ടല്ല, പാരമ്പര്യത്തിന് തൻ്റെ കുലത്തിലുള്ളവർ തന്നെ രാജ്യം ഭരിക്കണമെന്നുള്ള ആഗ്രഹം ഇനി അന്യം നിന്നു പോകുമല്ലോ എന്നോർത്ത് പിന്നീട് സത്യവതിക്ക് നേരത്തെ പരാശരമുനി എന്ന് പറയുന്ന മഹർഷിയിൽ ഒരു പുത്രനുണ്ടായിരുന്നു, വ്യാസൻ, നമ്മുടെ മഹാഭാരതത്തിൻ്റെ രചയിതാവ്. വ്യാസമഹർഷിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് പുത്രോത്പാദനം ഉണ്ടാക്കണം, രാജ്യം നിന്നു പോകും, അന്യം നിന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. വ്യാസമഹർഷി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഇതിനൊക്കെ തപസ് ആവശ്യമാണ്, കാലം ആവശ്യമാണ്, ഇതിനൊക്കെ പുത്രോത്പാദനമെന്ന് പറയുന്ന ചെറിയ പ്രവൃത്തിയല്ല, ഇതിനൊക്കെ വളരെ സമയം ആവശ്യമുണ്ട്. ഇപ്പോഴും സത്യവതി പറഞ്ഞു, ഇവിടെ സമയമൊന്നുമില്ല, ഇപ്പം തന്നെ സമയമെല്ലാം അതിക്രമിച്ചു. അപ്പോൾ ഇതൊക്കെ വലിയ നാശത്തിലേക്ക്, ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരിണിതഫലം പിന്നീട് വലിയ ഇതാകും എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും സത്യവതി വ്യാസമഹർഷിയെ നിർബന്ധിച്ചു. അപ്പോൾ ഈ അംബിക, അംബാലിക
രണ്ടുപേരും അംബിക വ്യാസമഹർഷിയെ സമീപിച്ചത് കണ്ണും പൊത്തിക്കൊണ്ടാണ്. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കൊള്ളില്ല എന്നുള്ള മട്ടിൽ ഒരു രാജകുമാരിമാരല്ലേ, കണ്ണു പൊത്തിക്കൊണ്ടാണ് സമീപിച്ചത്. അതുകൊണ്ട് അംബികയ്ക്കുണ്ടായ പുത്രൻ ഒരു അന്ധനായി മാറി, കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർ. അംബാലിക സമീപിച്ചത് വിളറി വെളുത്ത് പേടിച്ചരണ്ടാണ്. അംബാലികയുടെ പുത്രനാണ് പാണ്ഡു. പിന്നീട് അവരൊരു ദാസിയെയാണ് അയക്കുന്നത്. ആ ദാസി വ്യാസമഹർഷിയെ നന്നായി പരിചരിച്ച് ശുശ്രൂഷിച്ച് അവരിലുണ്ടായ പുത്രനാണ് വിതുരർ. നമ്മളിവിടെ കാണുക, രാമായണം നമ്മൾ കാണുമ്പം രാമായണത്തിൽ നമുക്ക് കാണാം 3 പേര്: രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. സത്വരജസ്തമോ ഗുണങ്ങളാണ് ഒരു കുലത്തിൽ കാണിക്കുന്നത്. 3 സഹോദരങ്ങളും. രാവണൻ രജസും, കുംഭകർണൻ തമസും, വിഭീഷണൻ സത്വഗുണവും. ഇവിടെയും അതുപോലെ തന്നെയാണ്. അന്ധത ധൃതരാഷ്ട്ര തമോ ഗുണമാണ്, പാണ്ഡു രജോ ഗുണം. ഭയങ്കര കഴിവും ഒക്കെ ഉണ്ട്, യോദ്ധാവും ഒക്കെയാണ് പാണ്ഡു. പക്ഷേ അദ്ദേഹം കാമത്തിനടിമയാണ്, രജോ ഗുണമാണ്. രജോ ഗുണത്തിൻ്റെ പ്രതീകമാണ് പാണ്ഡു. വിതുരർ ദാസിയുടെ പുത്രനാണ്, പക്ഷേ സത്വഗുണത്തിൻ്റെ പ്രതീകമാണ്. എല്ലാ അറിവുകളും എല്ലാ ജ്ഞാനവുമുള്ള സത്വഗുണത്തിൻ്റെ പ്രതീകമാണ് വിതുരർ. ഈ 3 ഗുണങ്ങളാണ് നമ്മളിലെല്ലാം ഉള്ളത്. ഈ 3 ഗുണങ്ങളെ ഏതാണോ അതിക്രമിച്ചു നിൽക്കുന്നത് അതാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. ഇതെല്ലാം, ഈ 3 ഗുണങ്ങളെല്ലാം നമ്മളിലെല്ലാം ഉണ്ട്. നമ്മളിലുള്ള ഈ 3 ഗുണങ്ങളിൽ ഏത് ഗുണമാണോ കൂടുതൽ അതിക്രമിച്ചു നിൽക്കുന്നത് അതാണ് നമ്മളുടെ ക്യാരക്ടറായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഈഗോയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഓരോന്നും. നമ്മുടെ ആ അഹങ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ബലം, ഞാനെന്ന ആ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ബലവും അറിവും എല്ലാം അതൊക്കെ നമ്മളെ എവിടെ എത്തിക്കും? നമ്മളെ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്, സംഘർഷത്തിലേക്ക് എത്തിക്കും. നമ്മളതൊക്കെ ഈ ഈഗോ നമ്മൾ കയറി വരുമ്പോൾ നമ്മളിതൊന്നും മനസ്സിലാക്കുകയില്ല. ഞാനെന്ന ഭാവം നമ്മളിൽ അതിക്രമിച്ച് വരുമ്പോഴൊന്നും നമ്മൾ തിരിച്ചറിയില്ല. ഇതൊക്കെ നമ്മളെ ആപത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. കാരണം അതാണ് അതിക്രമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ആപത്തിലേക്ക് എത്തിക്കുമെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഇതിനെയൊക്കെ മുറുകെ പിടിച്ച് അവസാനം നമ്മൾ കുഴിയിൽ ചാടിക്കഴിഞ്ഞ് കര കയറാൻ വയ്യാത്ത വിധത്തിലേക്ക് ആയിക്കഴിഞ്ഞായിരിക്കും നമുക്ക് തിരിച്ചറിവ്. അപ്പോഴും തിരിച്ചറിവുണ്ടാകത്തില്ല, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകത്തില്ല ഈഗോയെ. നമ്മുടെ ഈഗോയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയില്ല. ഈ ശരശയ്യയിൽ കിടന്നാണ് ഭീഷ്മർ ഇതെല്ലാം ഭീഷ്മർ കാണുകയാണ്. നമ്മളുമൊക്കെ ഈ ചെയ്തതിനെ നമ്മളൊക്കെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. നമ്മളെ തന്നെ ഈ നമ്മുടെ ചെയ്തികൾ ഹോണ്ട് ചെയ്യുന്ന ആ ഒരു സന്ദർഭം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ആദ്യമേ ഉണ്ടായാൽ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. അതാണ് നമുക്ക് ഗീത നൽകുന്ന സന്ദേശം. മഹാഭാരതം നൽകുന്ന മഹാഭാരതം നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ശ്രമിച്ചാൽ, ഓരോ കഥാപാത്രങ്ങളെ വിലയിരുത്തി പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ തിരിച്ചറിവിലെത്തിച്ചേരും. ഈ തിരിച്ചറിവിലെത്തിച്ചേർന്നാൽ നമ്മുടെ പാദങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വെച്ചു പോകാം. ജീവിതമെന്ന് പറയുന്നത് വലിയൊരു യുദ്ധക്കളമാണ്. അവിടെ നമ്മൾ പരാജയപ്പെടാതിരിക്കാനുള്ള
അറിവാണ് ഗീത നമുക്ക് നൽകുന്നത്. അതിന് നമ്മൾ ഏറ്റവും അറിയേണ്ടത് നമ്മളെയാണ്. നമ്മളെ തന്നെ വിലയിരുത്തുക, നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ പ്രവർത്തികളെ നിരന്തരം വിലയിരുത്തി മുന്നോട്ട് പോകണം. ഓരോ പ്രവൃത്തിയും സ്വയം നമ്മൾ ചെയ്യുമ്പോൾ സ്വയമേവ നമ്മുടെ മനസ്സിൻ്റെ തീച്ചൂളയിലിട്ട് നമ്മൾ അതിനെ വിലയിരുത്തണം. നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി മുന്നോട്ട് പോയാൽ പ്രവൃത്തികൾ ശുദ്ധമാക്കാനും നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് ചാടാതെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. അതാണ് ഈ ഗീത നൽകുന്ന സന്ദേശം. നമുക്കൊന്നുകൂടെ ഈ 2 ശ്ലോകങ്ങളും വായിച്ചിട്ട് ഇന്നത്തേത് നിർത്താം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ അന്യേ ച ബഹവഃ ശൂരാः മദർത്തേ ത്യക്തജീവിതാः നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. എല്ലാവരും നന്നായിട്ട് ഓരോന്നും മനസ്സിലാക്കി ചൊല്ലി പഠിക്കുക. നമസ്തേ.